ഹായ്, ഞാൻ അഭിനവ്, ബെല്ലാൻഡിൻ്റെ സ്റ്റാഫാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ബെല്ലാൻഡിൻ്റെ ഒരു പുതിയ വർക്കുണ്ട് നമ്മൾ പാലക്കാട് നിന്ന് നമ്മൾ പൊള്ളാച്ചി റോഡ്. ഓക്കെ, ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഇവേഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വാട്ടർ അതോറിറ്റീൻ്റെ NOC, ഈ 3 വർക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സൈറ്റിൻ്റെ കുറച്ച് ഔട്ടർ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്ഥാപനത്തിൻ്റെ ഒരു ഔട്ടർ വ്യൂവും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇപ്പം നിലവിൽ ഇപ്പോൾ സൈറ്റിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഡ്രോയിങ് ചെയ്യാണ്ട് സൈറ്റിൻ്റെ പ്ലാൻ ബിൽഡിംഗ് പ്ലാനും. കാരണം ഇപ്പോൾ നിലവിൽ കസ്റ്റമറുടെ അടുത്തുള്ളത് 2005 ഡ്രോയിങ് ചെയ്ത വരച്ച ബിൽഡിംഗ് പ്ലാനാണ്. അതും ഇതും തമ്മിൽ എൻ്റർലി നല്ല ഡിഫറൻ്റ് ഉണ്ട് ബിൽഡിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊല്യൂഷനിലെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എല്ലാ വർക്കിലും എല്ലാ ചാൻസും റിജക്ഷൻ ചെയ്യാനുള്ള എല്ലാ ചാൻസും ക്ലിയർ ചെയ്തിട്ടേ ആപ്ലിക്കേഷൻ കൊടുക്കാറുള്ളൂ. കാരണം ഓരോ റിജക്ഷൻ ചെയ്യുമ്പോഴും അതിന് ഫിനാൻഷ്യലി ലോസ് ഉണ്ട്. അതിന് പുറമെ നമ്മളെ ടൈമും, ഫിനാൻസിന് പുറമെ നമ്മളെ ടൈമും ലോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെല്ലാൻഡിൻ്റെ വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആദ്യം സൈറ്റ് കണ്ട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ള് എല്ലാ ഭാഗവും ക്ലിയർ ആണെന്ന് നോക്കിയിട്ടേ നമ്മൾ പൊല്യൂഷനിലെ ആപ്ലിക്കേഷൻ കൊടുക്കാറുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമുക്കായാലും കസ്റ്റമർക്കായാലും. ബിൽഡിങ്ങിൻ്റെ ഫുൾ ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇത്ര ഒരു ഹാളിൻ്റെ പൊസിഷനിൽ വരുന്നുണ്ട്. ബാക്കി അവിടെ ഓപ്പൺ സ്പേസാണ്. ആ സൈഡ് ഓപ്പണാണ്. ഈ സൈറ്റിൻ്റെ മുകളിൽ ഒരു റൂം സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഹാൾ വരുന്നുണ്ട്, ഈ ബാത്റൂം അവിടെ വരുന്നുണ്ട്. ഈ ബിൽഡിംഗ് പ്ലാനിലും ഏതൊരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ കൊടുക്കുന്നു ബിൽഡിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിലിങ്ങും കാര്യങ്ങൾ ചെയ്യും. കാരണം എന്തെങ്കിലും ഒരു കേസും നമുക്ക് ഇൻസ്പെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ള കാരണത്തിന് വേണ്ടിയിട്ട് റിജക്ഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ റിജക്ഷൻ ചെയ്യണോണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ അതിൽ പിന്നെ നമ്മൾ ഫീസ് അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് കണ്ടീഷൻ. മുകളിലേക്കും ഒരു കോണി പോകുന്നു. വലിയ ഹാൾ സ്പേസ് അവർക്ക് ബാത്റൂം നടക്കുന്നുണ്ട്. സൈറ്റിലേക്ക് മെഷർമെൻറ്റിന് വരുമ്പോൾ ബാക്കി ഡീറ്റെയിലൊക്കെ വരുമ്പോൾ ബാക്കി പുറത്തുനിന്ന് നമുക്ക് ഡീറ്റെയിൽ എടുക്കാം. അതിലും കാര്യങ്ങൾ ക്ലിയറാണ്. കണ്ടോ, ബ്രിക്ക് ഫിക്സ് ചെയ്താണ് എന്തായാലും. ഓക്കെ, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ. ഇതാണ് മൊത്തത്തിൽ ബാക്ക് സൈഡ് വരുന്നത്. ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഏറ്റവും അടുത്തായിട്ട് ആ വീട് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. പക്ഷേ അതും എന്തായാലും ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ബിൽഡിങ് ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിലെന്തായാലും ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റീൻ്റെ. അപ്പോൾ ഡ്രോയിങ്ങിൽ ഇതൊരു ഇലക്ട്രിസിറ്റീൻ്റെ അപ്പോൾ ഇതാണ് സൈറ്റിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇതേ സൈറ്റാണ് പാലക്കാട് 2 സൈറ്റുണ്ട്. ഒരു സൈറ്റ് ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് സൈറ്റിൻ്റെ അപ്ഡേറ്റ്. നമുക്ക് പാലക്കാട് ഇപ്പോൾ കറണ്ട് 2 സൈറ്റ് ഉണ്ട്. ഒന്ന് ഇതും, ഒന്ന് ഇവിടെ, ഒന്ന് ഒറ്റപ്പാലം ഭാഗത്ത്. ഓക്കെ,
ആ വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഡ്രോയിങ് വർക്കും കാര്യങ്ങളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി ആപ്ലിക്കേഷൻ്റെ ഒരു 2 ദിവസം കൊണ്ടൊക്കെ മാക്സിമം നമ്മൾ ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി കംപ്ലീറ്റ് ചെയ്തുള്ള കംപ്ലീറ്റ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. ഓക്കെ, താങ്ക് യു.